ആശ്വാസധാരയുടെ പുതിയ ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവെ, സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു 26 വയസ്സുള്ള ഒരാൾ എഴുതിയ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ തോന്നാവുന്ന ഒരു ചോദ്യം, വ്യത്യസ്തമായൊരു ചോദ്യം. ഞാൻ 26 വയസ്സുള്ള ഒരാളാണ്. 10ാം ക്ലാസ് വരെ ഞാൻ അൾത്താരബാലനായിരുന്നു. അന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പതുക്കെ ഞാൻ വളർന്നപ്പോൾ പ്രാർത്ഥന എനിക്കൊരു അനുഭവമായി മാറുന്നില്ല. മുമ്പൊക്കെ ഞാൻ ഒരുപാട് നേരം പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നില്ല എന്ന തോന്നൽ എന്നെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. മുമ്പത്തെ പോലെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്നത്തെ എൻ്റെ ഈ പ്രാർത്ഥനാ രീതിയുടെ വൈകല്യം കൊണ്ടാണോ, വ്യക്തിപരമായ എൻ്റെ കുറവുകൾ കൊണ്ടാണോ എൻ്റെ പ്രാർത്ഥന അനുഭവമല്ലാതെയായി മാറുന്നത്? എൻ്റെ പ്രാർത്ഥനയുടെ തടസ്സം എന്താണ്? എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ദയവായി ഒരു ഉത്തരം നൽകുക. വളരെ സന്തോഷം തോന്നുന്നു. നല്ല ഒരു ചെറുപ്പക്കാരൻ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിൻ്റെ തീക്ഷ്ണമായ ഒരു ദാഹമാണ് ഇവിടെ കാണുന്നത്. പ്രാർത്ഥന എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥനയുടെ സുന്ദരമായ ചിത്രങ്ങൾ മറ്റാരിലും നോക്കണ്ട, ഈശോയിലേക്ക് നോക്കിയാൽ മതി. ഈശോയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ പിതാവുമായിട്ടുള്ള വലിയ സ്നേഹബന്ധത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വേളകളെ സുവിശേഷങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അതും സമാന്തര സുവിശേഷങ്ങളിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ഈശോയുടെ മാമോദിസ സ്വീകരണ വേളയാണ്. ലൂക്കാ സുവിശേഷകൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് തന്നെ പറയുന്നുണ്ട് ഈശോയുടെ മാമോദിസ സ്വീകരണ വേളയെക്കുറിച്ച്. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു പ്രാർത്ഥന രംഗം വിവരിക്കുന്നുണ്ട്. ഈശോയുടെ രൂപാന്തരീകരണ മലയിലെ പ്രാർത്ഥന. ഈശോ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവിടെയും സ്വർഗം തുറക്കുന്നു, ഒരു മേഘം ആവരണം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണത്. പിതാവിൻ്റെ സ്വരം മുഴങ്ങുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ ഈ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. ദൈവവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിൻ്റെ, ദൈവത്തോട് സംഭാഷിക്കുന്നതിൻ്റെ ഒരു വേളയാണ് പ്രാർത്ഥന. അവിടെ സ്വർഗം തുറക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നുമുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഒരു രൂപാന്തരീകരണത്തിലേക്കൊക്കെ നമ്മളെ നയിക്കേണ്ടതുമാണ്. വലിയ വേദപാരംഗതയായ അമ്മത്രസ്യ പുണ്യവതി പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന് അമ്മത്രസ്യ പറയും. അതുപോലെ ഈശോയുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പിതാക്കന്മാരൊക്കെ പറയാറുണ്ട്. ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. ആ ഒരു ഹൃദ്യത നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വിഷമം തോന്നുന്നത്, പ്രാർത്ഥന ഒരു പ്രയാസമായിട്ടൊക്കെ മാറുന്നത്. ടോൾസ്റ്റോയിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയുണ്ട്, 3 തപസ്വികൾ. അത് വളരെ രസകരമാണ്, അതേസമയം തന്നെ വലിയൊരു അർത്ഥം തരുന്നതാണ്. ഒരു കപ്പൽ യാത്രയിൽ ഒരു ബിഷപ്പ് യാത്ര ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന് അറിവ് കിട്ടി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവിടെ ഇവിടെ ഒരു ദ്വീപിൽ 3 തപസ്വികൾ ജീവിക്കുന്നുണ്ട് അത്രേ. അപ്പോൾ അവരെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം. അദ്ദേഹം അവിടെ ആ ദ്വീപിൽ ഇറങ്ങിയിട്ട് അവരെ കാണാൻ പോകുന്നുണ്ട്. തീരെ പാവപ്പെട്ടവരായ, തീരെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, തീരെ അവഗണിക്കപ്പെടുന്ന നിലയിൽ ഉള്ള 3 തപസ്വികളാണത്. അവർക്ക് വലിയ നീണ്ട താടിയും അങ്ങനെയുള്ള പ്രാകൃതമായ വേഷമൊക്കെയാണ്. അവർക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും അറിഞ്ഞുകൂടെന്നാണ് അവർ പറയുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ 3 ആളുകളായ ദൈവം നീയും ഒന്ന്. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അവർക്കറിയത്തുള്ളൂ. ദൈവമേ, 3 ആളുകളായ നീ ഒന്ന്, ഞങ്ങൾ 3. ഇത്രയൊക്കെ ഉള്ളവരുടെ പ്രാർത്ഥന. അങ്ങനെ ഒരു ദൈവബന്ധത്തിലാണ് അവർ ജീവിച്ചത്. അപ്പോൾ ഈ ബിഷപ്പിന് തോന്നി, ഇത് തീരെ പോരല്ലോ, ഇവരുടെ ഈ പ്രാർത്ഥന എത്ര ആപ്പാടെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ഇവർക്ക്. കുറഞ്ഞ പക്ഷം ഒരു കർത്തൃപ്രാർത്ഥനയെങ്കിലും ഇവരെ പഠിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അവരത് വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ പഠിപ്പിച്ചിട്ടും ഇവരുടെ തലയിലൊന്നും കയറുന്നില്ല. വിദ്യാഭ്യാസമൊന്നും തീരെ ഇല്ലാത്ത ആളുകളായിരുന്നു അവർ. വളരെ ബുദ്ധിമുട്ടി പിതാവ് ഇത് പഠിപ്പിക്കുക അവരെ. അവസാനം ഒരു വിധത്തിൽ കുറേ ദിവസങ്ങളൊക്കെ എടുത്ത് പഠിപ്പിച്ചു. വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥത്തോടെ പിതാവ് തിരിച്ചു പോരുകയാണ്. പിന്നെ കപ്പൽ യാത്ര ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന് അതിൻ്റെ കപ്പലിൻ്റെ മുകൾ തട്ടിലെത്തി നോക്കിയപ്പോഴേക്കും ഒരിക്കലും ഒരു വലിയ ദൃശ്യം കാണുകയാണ്. കടലിലൂടെ 3 പ്രകാശധാരകൾ കടന്നു വരുന്നു.
അത്ഭുതം തോന്നി. എന്താണ് ഈ പ്രകാശധാരകൾ കടലിലൂടെ ജലോപരിതലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് 3 സന്യാസിമാർ, ഈ 3 തപസ്വികളാണ് ഇവർ, കടലിലൂടെ പ്രകാശധാരയായിട്ട് യാത്ര ചെയ്തു വരികയാണ്. അടുത്ത് വന്നിട്ട് അവർ ചോദിക്കുകയാണ്, പിതാവേ, അങ്ങ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിലെ ഒരു ലൈൻ ഞങ്ങൾ വിട്ടുപോയി, അതൊന്ന് പറഞ്ഞു തരാമോ? പിതാവ് അത്ഭുതസ്തബ്ധനായിപ്പോയി. ദൈവമേ, അവരെത്രയോ വലിയ ആത്മീയതയിലാണ് ജീവിച്ചിരുന്നത്, അവരെ പഠിപ്പിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലായിരുന്നല്ലോ എന്ന്. സത്യത്തിൽ കർത്തൃപ്രാർത്ഥനയുടെ പ്രാധാന്യം കുറയ്ക്കുന്നതല്ലിത്, അതിൻ്റെ മഹത്വം തന്നെയാണ് അവിടെയുള്ളത്. പക്ഷേ ഈ വ്യക്തികളുടെ പ്രാർത്ഥനയുടെ അർത്ഥം, ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ ആഴം, അതൊക്കെ അവിടെ വെളിപ്പെട്ട് കിട്ടുക. ചുരുക്കത്തിൽ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഒരു വലിയ ബന്ധമാണ് ദൈവവുമായിട്ടുള്ളത്. ഈ ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥനയ്ക്കുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ചിലർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത്? അതുതന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യവും. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ പലതാകാം. ഒന്ന്, സ്നേഹം തന്നെയായ, പരിശുദ്ധി തന്നെയായ ദൈവവുമായിട്ടുള്ള ബന്ധമാണല്ലോ പ്രാർത്ഥന. അപ്പോൾ അവിടെ വരുന്ന ഭംഗങ്ങൾ, സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ മേഖലയിലുള്ള അപജയങ്ങൾ, ശത്രുത, വെറുപ്പ്, ഇതെല്ലാം പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. ചുരുക്കത്തിൽ സ്നേഹം തന്നെയായ ദൈവത്തോട് സംഭാഷിക്കുമ്പോൾ സ്നേഹശൂന്യമായ ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ പ്രാർത്ഥന അവിടെ മുറിയും. ദൈവമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് പറ്റുകയില്ല. അശുദ്ധി നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. കാരണം അവിടുന്ന് വിശുദ്ധിയാണ്. അടിസ്ഥാനപരമായ ഒരു തടസ്സം അതാണ്. പിന്നെ മറ്റ് മനഃശാസ്ത്രപരമായ പല തലങ്ങളും ഉണ്ടാകാം. മാനസിക വ്യാപാരങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ അലോസരപ്പെടുത്തുന്ന ചിന്തകൾ, ഏതെങ്കിലും തരത്തിലുള്ള വല്ലാത്ത ഉത്കണ്ഠകളോ ആകുലതകളോ, ഭാവിയെക്കുറിച്ചുള്ള ചില ചിന്തകളോ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളോ, ഇങ്ങനെ പലതും പ്രാർത്ഥനയെ അതിൻ്റെ വൈകാരിക തലങ്ങളിൽ തടസ്സപ്പെടുത്താം. എങ്കിലും അടിസ്ഥാനപരമായ പ്രാർത്ഥനയുടെ തടസ്സം എന്ന് പറയുന്നത് അതിൻ്റെ ഹൃദയത്തിൻ്റെ മേഖലയിലുള്ള ഈ തെറ്റുകളും കുറവുകളും ഒക്കെയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ, ഈ പ്രാർത്ഥനയിലുള്ള തടസ്സത്തെ നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് തിരികെ തന്നെയാണ് അതിൻ്റെ മറുപടി. ഇപ്പം ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരിക എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. പ്രാർത്ഥിക്കുന്നത് വിശുദ്ധിയിലേക്കുള്ള കടന്നു വരവാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അതിനു വേണ്ടിയിട്ട് ഒരുക്കണം പ്രാർത്ഥിക്കാനായിട്ട്. ഹൃദയത്തെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക, അനുതാപത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലൊരു കുമ്പസാരം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഈ വ്യക്തി ഒരുപക്ഷെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കാണുമായിരിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ചിട്ട് പാപത്തിൽ നിന്നൊക്കെ മോചനം നേടി, ഏതെങ്കിലും ബന്ധങ്ങൾ, ആരെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആരുടെയും വെറുപ്പോ വിരോധമോ ശത്രുതയോ പകയോ മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊരു മോചനം കിട്ടണം. എങ്കിലും നമുക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഈശോ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മുറിയിലേക്ക് പ്രവേശിച്ച് കതകുകൾ അടച്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയും. അതൊരു ആന്തരിക പ്രക്രിയ കൂടിയാണ്. കേവലം മുറിയിലേക്ക് പ്രവേശിക്കുക എന്നതല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ഈ ബാഹ്യലോകത്തിൻ്റെ പലതരത്തിലുമുള്ള വ്യഗ്രതകളിൽ നിന്നും അതിൻ്റെ അലോസരങ്ങളിൽ നിന്നൊക്കെ അകന്നിട്ട് നമ്മൾ ശാന്തതയിലേക്കും ഏകാഗ്രതയിലേക്കും കടന്നു വരാൻ വേണ്ടി മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കണം. അത് ആ ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ശാന്തതയിലേക്ക് വന്നിട്ട് ഹൃദയവിശുദ്ധിയിലായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഒരു നല്ലൊരു അനുഭവം കിട്ടും. ഈ പ്രാർത്ഥനയ്ക്ക് തന്നെ പല രൂപങ്ങളുണ്ട്. ഒന്ന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളുണ്ട്, വ്യക്തിഗതമായ പ്രാർത്ഥനകളുണ്ട്, സമൂഹം കൂട്ടായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ട്. ഇതിൽ സഭാത്മകമായ പ്രാർത്ഥനകളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും ശ്രേഷ്ഠം, അങ്ങനെ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച തലമുണ്ട്, ദൈവവുമായിട്ടുള്ള ഹൃദയബന്ധവും സംഭാഷണവും. സഭയുടെ പ്രാർത്ഥനകളെന്ന് പറയുമ്പോൾ അത് സഭാസമൂഹത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയാണ്. അത് പരമ്പരാഗതമായിട്ട് പൈതൃകമായിട്ട് കൈമാറപ്പെട്ട ഒരു സമ്പത്തും കൂടിയാണ്. അതുകൊണ്ട് അതിന് ശ്രേഷ്ഠത വർദ്ധിക്കും. കാരണം സഭ മുഴുവനും പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ സഭയുടെ ഉദാഹരണത്തിന് യാമപ്രാർത്ഥനകൾ, അത് സഭയുടെ മുഴുവനായ പ്രാർത്ഥനയാണ്. അപ്പം ഞാനും ഒരു അംഗമെന്ന നിലയിൽ, സഭയുടെ ഒരു മകളെന്ന നിലയിൽ ആ യാമപ്രാർത്ഥനയോട് പങ്കുചേരുമ്പോൾ അതിൻ്റെ മുഴുവനായ ഒരു കൃപ എനിക്കും കൂടെ ലഭിക്കുകയാണ് ചെയ്യുക. സങ്കീർത്തനങ്ങളൊക്കെയാണത്, ദൈവവചനം തന്നെയാണ് അതിൽ ധാരാളമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പം വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണിത്. ഇന്ന് യാമപ്രാർത്ഥനകളൊക്കെ പൊതുസമൂഹത്തിൽ കൂടുതൽ ചൊല്ലുന്ന, പണ്ടൊക്കെ സന്യാസ ഭവനങ്ങളിലൊക്കെയാണ് കൂടുതൽ ചൊല്ലിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഒരു വിശ്വാസ പാരമ്പര്യത്തിൽ ലേ പീപ്പിൾ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ രീതി അങ്ങനെ ഉണ്ടായിരുന്നു. നല്ലതാണ്, അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുമാണ്. നമ്മുടെ റംഷ നമസ്കാരം, ഈവനിങ് പ്രെയർ, പിന്നെ സഭ്ര നമസ്കാരം, പ്രഭാത പ്രാർത്ഥന, അത്രയുമെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിൽ ഒരുമിച്ചും ഇടവകയിൽ ഒരുമിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി വളരെ നല്ലതാണ്, ശ്രേഷ്ഠവുമാണ്. അതുപോലെ ഈ
വിശുദ്ധ കുർബാന സഭയുടെ ഏറ്റവും വലിയ ആരാധനയും പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. കാരണം ഈശോയുടെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ എല്ലാം ഏറ്റവും തീവ്രമായ അനുഭവം ഈശോയിൽ ഒന്നായിത്തീരുന്ന അനുഭവമാണ്. അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്, കൂദാശകൾ. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. വെറുതെ ഒരു ഉച്ചാരണങ്ങളായിട്ടോ യാന്ത്രികമായിട്ടോ മാറാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ലോകത്തിലുള്ള എല്ലായിടത്തു നിന്നും ഒരേ തരം പ്രാർത്ഥന ഇങ്ങനെ ഉണ്ടാകുന്നു. അതൊരു ഒരു 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 വലിയ ശക്തിയല്ലേ? തീർച്ചയായിട്ടും അതെ. ഒരു സമയത്ത് തന്നെ സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു വലിയ അനുഗ്രഹമാണത്. അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകൾ എന്തൊരു വലിയ ഭാഗ്യവും അനുഭവമാണത്. അപ്പോൾ അതിൽ ഞാനും കൂടെ ഉൾച്ചേരുകയാണ്. ഈശോയുമായിട്ടുള്ള ആ ബന്ധത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും മനോഹരമായ ഒരു പ്രമേയമാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. അപ്പോൾ ആ ഒരു തായ്തൊടിയോട് ചേർന്ന് ശാഖകളും ഉപശാഖകളും എല്ലാം ഒന്നിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ. ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. നല്ല ഒരുക്കത്തോടെ കുമ്പസാരിച്ച് ഹൃദയവിശുദ്ധീകരണം നേടിയ ശേഷം കുർബാന അർപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഭവമാണ്. അതിൻ്റെ തുടർച്ചയാണ് കുടുംബ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന, സ്വകാര്യ പ്രാർത്ഥന, ഇങ്ങനെ പലതുമുണ്ട്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ സമൂഹ പ്രാർത്ഥനയുണ്ട്. നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലുന്ന ജപമാല ഒരു സമൂഹ പ്രാർത്ഥനയാണത്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ മാതാവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല. ധ്യാനം അതിനകത്തുണ്ട്. അതും വലിയൊരു അനുഗ്രഹം. രഹസ്യങ്ങളും ധ്യാനിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. അത് ധ്യാനവും എൻ്റെ സ്വകാര്യ പ്രാർത്ഥനകളും പ്രാർത്ഥനയുടെ മറ്റൊരു രീതിയാണത്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ദൈവദിനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. അത് ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നടത്തും. കുറച്ചുകൂടി നമ്മുടെ വിശ്വാസികൾക്ക് ഈ ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്ക് ഒരു പരിശീലനം ഇപ്പം സെമിനാരികളിലും സന്യാസ മഠങ്ങളിലും ഒക്കെ അത്തരം ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്കുള്ള പരിശീലനം കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് അൽമായർക്ക് അത്തരം പരിശീലന വേദികൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഒരുപക്ഷെ നല്ലൊരു സജഷൻ ആയിരിക്കും അത്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഒരു ധ്യാനിക്കാനുള്ള ഏകാഗ്രതയൊക്കെ കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല. പക്ഷേ അങ്ങനെ ധ്യാനിക്കുന്ന ധാരാളം അൽമായരുണ്ടെന്ന്. രാവിലെ തന്നെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ച് അത് ആഴത്തിൽ ധ്യാനിക്കുന്ന ധാരാളം അൽമായർ ഇന്നുണ്ട്. പക്ഷേ ആ പരിശീലനം കിട്ടേണ്ടതും ആവശ്യമാണ്. കൂടുതലായിട്ട് വലിയ ഒരു സ്തുതിപ്പിൻ്റെയും അങ്ങനത്തെ പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങാതെ ശാന്തതയിലേക്കും ഏകാഗ്രതയിലേക്കും കൂടി കടന്നു വരേണ്ടതും ആവശ്യമാണ്. ഈ സ്തുതിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് പല ഭാവങ്ങളില്ലേ? പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ തന്നെ അത്തരം വിവിധ ഭാവങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പം ഇതിൽ സ്തുതിപ്പ് എന്ന് പറയുന്ന ഒരു അംശത്തിന് ഈ അടുത്ത കാലത്തൊക്കെ വലിയ പ്രാധാന്യം കൈവരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരം ഭാവ വൈവിധ്യങ്ങളിലൂടെ പോവാതെ ഒരു ഏകാത്മകമായ ഒരു പ്രാർത്ഥന ശൈലിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെയാണ് കൂടുതൽ സ്തുതിപ്പും ആരാധനയും എല്ലാം കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ കടന്നു വന്നത്. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ നിർമ്മിതിയൊന്നുമല്ല. നമ്മളത് ദൈവസ്തുതികൾ ആലപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതെല്ലാം സഭയുടെ ഒരു പാരമ്പര്യം തന്നെയാണ്. അത് പഴയ നിയമ ജനതയുടെ ജീവിതത്തിലുമുണ്ടത്. ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തകൻ്റെ പ്രാർത്ഥനാ സ്തുതിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പാകെ ഡാൻസ് ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദൈവസ്തുതിപ്പിൻ്റെ ഒരു ചിത്രം തന്നെ സുവിശേഷത്തിൽ മാത്രമല്ല വേദഗ്രന്ഥം മുഴുവനുമുണ്ട്. മിശിഹ തന്നെ പിതാവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ സ്തുതിപ്പ് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു നല്ല രൂപമാണ്. അത് ഉച്ചത്തിലൊക്കെ സ്തുതിക്കുകയും ഒരുമിച്ച് കൂട്ടായിട്ട് സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി കൂടുതലും കരിസ്മാറ്റിക് പ്രാർത്ഥനാ രീതിയിലൂടെയാണ് കൂടുതൽ പ്രബലമായിട്ട് ഈ അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സഭയിൽ വന്നത്. അതിൻ്റെ ഒരു വലിയ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി വിഷമങ്ങളും സംഘർഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നല്ല സ്വരത്തിലൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ ദുഃഖങ്ങളും വേദനകളും എല്ലാം അങ്ങ് മറന്ന് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ കിട്ടാനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ എല്ലാം മറന്ന് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ദൈവത്തിന് സ്തുതിക്കുക, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്, നന്ദി പറയുകയാണ്, എല്ലാം സമർപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഒരു വലിയ ദൈവകൃപ അതിലൂടെ കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. അതേസമയം തന്നെ സ്തുതിപ്പിലും അങ്ങനെയുള്ള വലിയ ആരവത്തോടു കൂടിയ പ്രാർത്ഥനയിലും ആണ് പ്രാർത്ഥന മുഴുവനെന്ന് ചിന്തിച്ചാൽ തെറ്റി. പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക് കൂടി ഇറങ്ങി വരണം, നിശബ്ദതയിലേക്ക് ഇറങ്ങി വരണം. വലിയ ഒരു ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക് കൂടി ഇറങ്ങി വരുമ്പോഴാണ് കൂടുതൽ ആഴമായ ഒരു ആധ്യാത്മികതയിലേക്ക് വരാനായിട്ട് പറ്റുന്നത്. വലിയ ധ്യാനയോഗികൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ താപസ ശ്രേഷ്ഠന്മാർ, അല്ലാതെ പല ആളുകളും തന്നെ നല്ല മൗനത്തിൽ സമയം ചെലവഴിക്കുന്നവരുണ്ട്.
നീണ്ട മണിക്കൂറുകൾ മൗനത്തിൽ, മഹാമൗനം, വിശുദ്ധമായ മൗനം എന്നൊക്കെ പറയാറുണ്ട്. അത് ദൈവവുമായിട്ടുള്ള സംഭാഷണ വേളകളാണത്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വൈകാരിക അനുഭവങ്ങൾ പ്രാർത്ഥനയ്ക്ക് നിർബന്ധമാണോ? നിർബന്ധമില്ല. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം മുഴുവൻ ഉൾച്ചേരുന്നുണ്ട് പ്രാർത്ഥനയിൽ. അധരങ്ങൾ മാത്രമല്ല, അവൻ്റെ ഹൃദയവും മനസ്സും വിചാരങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാകുക. കാരണം ദൈവത്തോട് ഹൃദയം തുറന്ന് സമ്മതിക്കുന്ന ഒരു വേളയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഒരാളുടെ അസ്തിത്വം മുഴുവൻ ഉൾച്ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ വൈകാരിക അനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ചിലപ്പം ദൈവം അങ്ങനെ അനുവദിക്കാറുമുണ്ട്. പ്രാർത്ഥന ഒരു നല്ല ആഴമായ അനുഭവം ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെയുള്ള നല്ല വൈകാരിക അനുഭവങ്ങൾ തന്നെ നൽകാറുണ്ട്. പക്ഷെ വൈകാരിക അനുഭവങ്ങൾ ഇല്ലെങ്കിൽ അത് ദൈവാനുഭവം ആകുകയില്ലെന്നും പ്രാർത്ഥനയാവുകയില്ലെന്നും വിചാരിച്ചാൽ തെറ്റി. അമ്മ ത്രേസ്യ പുണ്യവതി തന്നെ പ്രാർത്ഥനയുടെ വലിയൊരു വേദപാരംഗതയാണ്. അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്ന ആത്മീയതയുടെ പല ഘട്ടങ്ങളുണ്ട്. ആഭ്യന്തര ഹർമ്മ്യം എന്നൊക്കെ പറയുന്ന ഒരു ആത്മീയ യാത്രയുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ തലങ്ങളും കടന്നാണ് ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു അസ്തിത്വം ദൈവവുമായിട്ടുള്ളൊരു വലിയ ലയത്തിലേക്ക്, ഒന്നിപ്പിലേക്കൊക്കെ എത്തുന്നത്. ആ ഉൾച്ചേരലിലേക്ക് വരുന്നതിന് വഴികളിൽ ഒരുപാട് വഴികൾ കടക്കാറുണ്ട്. അതുപോലെ ജോൺ ഓഫ് ദി ക്രോസ്, കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന ആ വലിയ താപസൻ, വലിയ പുണ്യവാൻ, അദ്ദേഹം ആത്മാവിൻ്റെ ഇരുണ്ട രാവുകളെക്കുറിച്ചൊക്കെ പറയും. ഡാർക്ക് നൈറ്റ്സ് ഓഫ് എ സോൾ. ഈ ഇരുണ്ട രാവുകളിലൂടെ കടന്നു പോകുന്നത് വലിയ സഹനമാണ്. പക്ഷെ അത് ഒരു ദൈവാന്വേഷകൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ തന്നെയാണ്. അവിടെ ദൈവം മറഞ്ഞിരിക്കുകയായിരിക്കും. മരുഭൂമി അനുഭവങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വരണ്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലും ഒരു ദൈവാനുഭവമായിട്ടാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം, അത് പ്രാർത്ഥനയല്ലേ, ദൈവം അവിടെ ഇല്ലേ, ദൈവം മറഞ്ഞിരിക്കുകയാണോ, എൻ്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതാണോ എന്നൊക്കെ. ഒരുപക്ഷെ നമ്മളിവിടെ ചോദ്യം ഉന്നയിച്ച ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലും അങ്ങനെ ആവാം. ചിലപ്പോൾ ആത്മീയ വളർച്ചയുടെ വഴികളിൽ സംഭവിക്കാം, ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ വരൾച്ചയുടെ അനുഭവങ്ങളായിട്ടും കൊടുക്കാറുണ്ട്. വിശുദ്ധാത്മാക്കളുടെ ഒക്കെ ജീവിതത്തിൽ ചില നിർണായകമായ വേളകളിലും ചില പ്രത്യേക വളർച്ചയുടെ വഴികളിലും ചില ആത്മീയ ഹൈറ്റുകളിലും എത്തിക്കഴിഞ്ഞപ്പോൾ പോലും അവർക്ക് വലിയ ആത്മീയ വരൾച്ച അനുഭവപ്പെട്ടിരുന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ദൈവത്തോട് ചേർന്നാണ് അവർ ഇരിക്കുന്നത്. വലിയ സഹനങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ തീവ്രമായ ഒരു മരുഭൂമി അനുഭവങ്ങൾ. പക്ഷേ ആ നിയമാവർത്തനം 32:10 പറയുന്ന പോലെ മരുഭൂമിയിൽ ശൂന്യത ഒരിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി, വാരിയെടുത്തു, ആശ്ലേഷിച്ചു, കണ്ണിലുണ്ണിയായി പരിചരിച്ചു എന്ന് പറയുന്ന വചനം അതിവിടെയും പ്രസക്തമാണ്. കാരണം വലിയൊരു ഇതുപോലത്തെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധമുള്ള, അല്ലെങ്കിൽ ദൈവത്തെ അറിയാനും കാണാനും ദൈവികമായ ദർശനങ്ങളൊന്നും കിട്ടാത്ത സമയത്ത് അനുഭവിക്കുന്ന ഒരു വരൾച്ചയിൽ ദൈവം കൂടുതൽ അടുത്തുണ്ട്, കൂടുതൽ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ആ ഒരു അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു ചിന്തയാണ് ഈ യാക്കോബിൻ്റെ ഒരു ദൈവമായിട്ടുള്ള മൽപ്പിടുത്തത്തിൻ്റെ കഥ. അതിനെക്കുറിച്ച് എന്ത് തോന്നും കേട്ട് കഴിഞ്ഞാൽ? യാക്കോബ് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു, ഒരു ബലപരീക്ഷണം നടത്തിയിട്ട് അവസാനം ദൈവം പറയുന്നു, എന്നെ വിട്, ഞാൻ പോകട്ടെ എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഇതെന്നാ ദൈവം എത്ര ബലഹീനനാണോ എന്നൊക്കെ തോന്നിപ്പോൾ. പക്ഷേ സത്യത്തിൽ അത് യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രാർത്ഥനാനുഭവമാണത്. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ ഏസാവിൻ്റെ അടുത്തേക്ക് തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അനുരഞ്ജനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരിക, വലിയ സമ്മാനങ്ങളുമൊക്കെ ആയിട്ട്. ആടുമാടുകളും ദാസിദാസന്മാരെ എല്ലാം സമ്മാനങ്ങളുമായിട്ട് വരികയാണ്. ഇതെല്ലാം ഒരു പുഴയുടെ മറുകരയിൽ കടത്തിവിട്ടിട്ട് ആ പുഴയുടെ ഇക്കരയിൽ ഒരു രാത്രിയിൽ യാക്കോബ് തന്നെയായിരിക്കുന്നൊരു വേളയിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് വചനം പറയും, യാക്കോബ് ഒരു വലിയ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. ആരോ ഒരാൾ വന്ന് യാക്കോബുമായിട്ട് വലിയ മൽപ്പിടുത്തമാണ്. അത് ദൈവമായിരുന്നു. സത്യത്തിൽ ഈ മൽപ്പിടുത്തം എന്ന് പറയുമ്പം ഒരു അന്തർസംഘർഷങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അയാളുടെ ജീവിതത്തിന് ഇന്നലകളിലെ സ്വാർത്ഥവും ദൈവികതയും തമ്മിലുള്ള വലിയ ഒരു സംഘർഷമാണ് അവിടെ. ആ സംഘർഷത്തിൽ ജയിക്കുന്നത് ദൈവമാണ്. അയാളുടെ തുടയിൽ തട്ടിയിട്ട് ദൈവം കടന്നു കളയും. അവസാനം അയാൾക്കൊരു മുടന്തം അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതോടുകൂടി തന്നെ അയാൾ മാറുകയാണ്. പേര് പോലും മാറ്റി. ഇന്നു മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. ദൈവത്തെ കണ്ടുമുട്ടിയ ഒരിടമായിട്ട് മാറുന്നു. പെനുവേൽ, ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലം എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ പേര് മാറി ആള് മാറുകയാണ് ആ പ്രാർത്ഥനയിലെന്ന് ഓർക്കണം. ഈ കാലത്ത് പലരുടെയും പ്രാർത്ഥനയുടെ ഒരു പ്രശ്നം, പ്രാർത്ഥനയുണ്ട്, ജീവിതമില്ല.
പ്രാർത്ഥന ഒരു വഴിക്ക്, ജീവിതം ഒരു വഴിക്ക്, രണ്ടും ഭിന്നസംഖ്യകളായിട്ട് ഇങ്ങനെ. അത് വലിയൊരു പ്രശ്നമാണ്. എൻ്റെയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാവുന്ന ഒരു വിപത്താണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയുടെയോ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെയോ ഒക്കെ കുറവ് കൂടിയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥന റിയൽ ആകാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കാത്തത്. ഒരു വാഗ്ധോരണിയായിട്ടോ ഏതെങ്കിലും വാചികമായ ചില കസർത്തുകളൊക്കെ ആയിട്ട് മാത്രം പ്രാർത്ഥന മാറുമ്പം ഹൃദയത്തെ തൊടുന്നില്ല. സത്യത്തിൽ ഹൃദയം ദൈവത്തോട് ബന്ധപ്പെടുമ്പം സ്നേഹം തന്നെയായ ദൈവത്തോട്, പരിശുദ്ധിയായ ദൈവത്തോട് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെ കിരണങ്ങൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രാർത്ഥന മാറ്റം വരുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, രൂപാന്തരം വരുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ശരിയായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന മനുഷ്യനായി മാറുമെന്ന അർത്ഥം. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തോട് ബന്ധപ്പെടുന്ന മനുഷ്യന് സ്നേഹിക്കാതെ തരവില്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്നെ സ്നേഹത്തിൽ വളർത്തുന്നില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന അത്ര പൂർണ്ണമല്ല, ശരിയല്ല, വൈകല്യമുണ്ട്, ശരിയായ പ്രാർത്ഥനയേ അല്ലെന്നുള്ള എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു പുനർവിചിന്തനം നടത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഖലീൽ ജിബ്രാൻ്റെ മലമുകളിലെ വിശുദ്ധനെ കുറിച്ചിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ. മലമുകളിലെ സന്യാസി വിശുദ്ധനാണെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ ഞാൻ പറയില്ല. എന്നയാൾ മലയിറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിനൊരു ചാവുപാട്ട് പാടുന്നു, എന്ന് എൻ്റെ മകളുടെ വിവാഹഘോഷത്തിനൊരു നൃത്തം വയ്ക്കുന്നു, അന്ന് അയാളെ വിശുദ്ധനാക്കാം. അപ്പോൾ ഈ മലമുകളിൽ നിന്ന് താഴേക്കുള്ള യാത്രകൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു വലിയ അപകടകരമാണ്, ഒരു വസ്തുതയാണ്. മലമുകളും മരുഭൂമിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. മലമുകൾ ദൈവസാന്നിധ്യത്തിൻ്റെ മേഖലകളാണ്. ബൈബിളിൽ എപ്പോഴും മലമുകളുകളെ അല്ലെ മലകളെ ദൈവസാന്നിധ്യ മേഖലകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് മരുഭൂമി, മലമുകൾ എന്ന് പറയുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം ഇറങ്ങി വരുന്ന ഇടങ്ങളായിട്ട് മലമുകളുകളെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സീനായി, കാർമൽ, അഷ്ടഭാഗ്യങ്ങളുടെ മല, കാൽവരി, ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഇടങ്ങളായിട്ടാണ് കാണുക. അപ്പോൾ പ്രാർത്ഥനയുടെ ഈ മേഖലകൾ, ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മേഖലകൾ സജീവമാകുന്നത് താഴേക്ക് ഇറങ്ങി മരുഭൂമിയുടെ അല്ലെങ്കിൽ താഴ്വാരത്തിൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേർന്നവർക്ക് ആശ്വാസമാകുമ്പോഴാനുമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഈ 3 ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും ഇവിടെ നമുക്ക് കൂടാരം ഉണ്ടാക്കാമെന്ന് പറയും. കാരണം അവരൊരു പ്രാർത്ഥനാനുഭവത്തിൽ അങ്ങ് നിമഗ്നമായി, അവരതിൽ ആനന്ദം കണ്ടെത്തി, അതിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ കർത്താവ് പറയുന്നു, അവിടെ നിൽക്കേണ്ടവനല്ല, നിങ്ങൾ താഴേക്ക് ഇറങ്ങേണ്ടവരാ. കർത്താവ് ആ ശക്തി പകർന്നു കൊടുത്തിട്ട് അവർക്കൊരു വെളിപ്പെടുത്തൽ നൽകിക്കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തിട്ട് താഴ്വരയിലേക്ക് കൊണ്ടുവരിക. അപ്പോഴാണ് അവിടെ ഒരു മനുഷ്യന് വന്ന് കണ്ണുനീരോടെ നിൽക്കുന്നത്, ഒരു പിതാവ്, എൻ്റെ മകൻ അപസ്മാരം ബാധിച്ച് വല്ലാത്ത അപകടത്തിലാണ്, രോഗാവസ്ഥയിലാണ്, നിൻ്റെ ശിഷ്യന്മാർക്ക് താഴെ നിൽക്കുന്നവർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തിട്ട് അവരോട് പറയുക, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, വിശ്വാസമില്ലാത്ത തലമുറയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഴമായ വിശ്വാസത്തിൽ നമ്മൾ വളർന്നിട്ട് അതിൻ്റെ ഫലങ്ങൾ, പ്രാർത്ഥനയുടെ ഫലങ്ങൾ മറ്റുള്ളവരുടെ വേദനകളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, അവർക്ക് ആശ്വാസം പകരുമ്പോൾ, അവർക്ക് ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി സാന്ത്വനമായി മാറുമ്പോൾ, ആശ്വാസധാരയായി മാറുമ്പോഴാണ് വാസ്തവത്തിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഈ ആശയങ്ങൾ നമ്മുടെ ചോദ്യകർത്താവിനൊരു ഉത്തരമായിട്ട് മാറുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധപൂർവം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഹൃദയത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ഏകാഗ്രതയിലേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. എന്ന് മാത്രമല്ല, പ്രാർത്ഥനാനുഭവം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് പ്രാർത്ഥനയല്ലെന്നാകുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം ആ മരുഭൂമി അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരമായി മാറാം. അതുകൊണ്ട് തീർച്ചയായിട്ടും തീഷ്ണമായ ദാഹത്തോടു കൂടി, കൂടുതൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ദൈവകൃപയിൽ ദൈവം വളർത്തും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മലമുകളിലെ കൂടാരങ്ങളല്ല, താഴ്വരയിലെ സാന്ത്വനമാണ് ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഉള്ളറ. നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിക്കാം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ആശ്വാസധാര@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം
ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.